ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂളായിട്ടുള്ള MTS സെൻട്രൽ സ്കൂൾ പൊട്ടച്ചിറ ഓർഗനൈസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ എക്സ്പോയുടെ ഏതാനും ചില ഭാഗങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ആനുവൽ ഡേയുടെ അന്നായിരുന്നു കേട്ടോ ഇതേപോലൊരു എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുന്നേ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം നല്ല എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ തന്നെയായിരുന്നു കേട്ടോ എല്ലാ മക്കളുടെയും ഓരോ വർക്ക്സും. മാത്സ് ആവട്ടെ, സോഷ്യൽ സയൻസ് ആവട്ടെ, അതുപോലെ സയൻസ് ആവട്ടെ, അറബി ആവട്ടെ, എല്ലാതും ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ കാഴ്ചകളാണ് കേട്ടോ. പഴയ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നാണയങ്ങളും പഴയ കുറേ കഥകളിൽ നിന്ന് അവരുണ്ടാക്കി തീർത്തിട്ടുള്ള ഒരുപാട് വർക്ക്സൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് എഫേർട്സ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ മക്കൾ ഓരോന്നും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും എന്താ പറയുക, നമ്മളെ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ. വലിയ കുട്ടികളെ പോലെ തന്നെ നമ്മളെ കുഞ്ഞു മക്കളും ഇതേപോലെ കുറേ പ്രോജക്റ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റോട് കൂടി കാണുമായിരുന്നു കേട്ടോ. ഒരാൾ വരുമ്പോഴും ഇതാണ് എൻ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അത് എന്താ പറയുക, അത് കാണിച്ചു കൊടുക്കാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു അവർ. ചില ആൾക്കാർ അത് കേടുവരുത്തുന്നുണ്ടോ എന്ന് നോക്കണു, ചില ആൾക്കാർ അത് കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ നോക്കുന്നു, ചില ആൾക്കാർ അത് കണ്ടിട്ടും മതിയാവാതെ നോക്കിയിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് കേട്ടോ എൻ്റെ മകളുടെ ഒരു എക്സ്പെരിമെൻ്റ് കൂടി അതിലുണ്ടായിരുന്നു. പക്ഷെ മോളെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. അവൾ ഒപ്പനയുടെ പ്രാക്ടീസിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ കുട്ടികളിലും നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ കാക്കുൻ്റെ കുട്ടിയാണ്. അവൻ ഓരോ ആൾ വരുമ്പോഴും അത് കൃത്യമായിട്ടുണ്ടോ, അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെയായിരുന്നു എല്ലാ മക്കളും. നല്ല അടിപൊളിയായിട്ട് എല്ലാവരുടെ സാധനങ്ങൾ ഒതുക്കത്തോട് കൂടിയിട്ട് അവരത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു മക്കളെ പഠിപ്പിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും കേട്ടോ. ഞാൻ അവരോട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മോളുടെ ഒപ്പനയുടെ പ്രാക്ടീസായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മോള് ഇതിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കച്ചറയാവും. അതുകൊണ്ടാണ് കേട്ടോ ഈ ക്ലിപ്പ് ഇതിലൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സോണൽ ലെവലിൽ നമ്മുടെ കുട്ടികൾ ഒപ്പനയ്ക്ക് പോയിട്ട് 3rd പ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.